ആക്കുളം കായൽ നവീകരണം പാതി വഴിയിൽ നിലച്ച മട്ടിൽ. ബോട്ടിംഗ് സർവീസ് ഉൾപ്പെടെയുള്ള സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്കായി. ദിനംപ്രതി നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന തലസ്ഥാനത്തെ പ്രധാന ടൂറിസം ഹബ്ബിനെ സർക്കാർ അവഗണിക്കുന്നുവെന്നാണ് പരാതി. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിനോട് ചേർന്നുള്ള കായലും പരിസര പ്രദേശങ്ങളും വർഷങ്ങളായി പുനരുദ്ധാരണം നടത്താതെ നശിക്കുകയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നാണ് ഉയരുന്ന പരാതി. ചേറും കുളവാഴയും ആഫ്രിക്കൻ പായലും കായലിൽ കെട്ടിക്കിടക്കുന്നത് നീക്കം ചെയ്യുന്നത് നിർത്തിവച്ചിട്ട് കാലമേറെയായി. കായൽ ജലഗതാഗതത്തിനോ മത്സ്യബന്ധനത്തിനോ ഉപയോഗിക്കാനോ കഴിയുന്നില്ല. മനസ്സിലാക്കിയിടത്തോളം ഒരു 95 കോടി എന്തോ അനുവദിച്ചിട്ടുണ്ടെന്ന് കുറേ കാലമായിട്ട് പറയുന്നുണ്ട്. ഞങ്ങളിവിടെ പ്രാദേശികമായിട്ട് കുറേ ആവശ്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം എന്താണ്ട് ഇപ്പോൾ ഈ കായലടക്കം നിങ്ങൾക്ക് നോക്കാം, ഇവിടെ വെള്ളം എന്നുള്ളൊരു സാധനം കാണാനില്ല, കംപ്ലീറ്റ് പച്ചപ്പ് മാത്രം. കാരണം മുമ്പ് ഇവിടെയൊക്കെ കക്കയും കാര്യങ്ങളെല്ലാം വരുമായിരുന്നു. അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്ന്, വേളിയിൽ നിന്നായാലും ആക്കുളത്തു നിന്നായാലും ബോട്ട് സർവീസും കാര്യങ്ങളും ഇവിടെ വരെ രണ്ട് സൈഡിൽ നിന്ന് വരുമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. അതൊക്കെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഈ കിംസിലൊക്കെ ഈ വേസ്റ്റൊക്കെ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ ഫുള്ള് ഈ മുളങ്കാടൊക്കെ ഈ പറയുന്ന സ്ഥലമൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യമേ ഇല്ല. അപ്പോൾ കായലെന്നുള്ളൊരു സാധനം എന്താണെന്ന് അറിഞ്ഞില്ല. ഇപ്പോൾ ഈ നടപ്പാത വന്നിട്ട് 2008 എന്തോ ഈ നടപ്പാത വന്നതാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഒരു ഇത് മതി നടപ്പാത മൊത്തം കാട് കയറി നശിക്കുകയും ചെയ്യുന്നു. ഫുള്ള് പാമ്പും കാര്യങ്ങളുമാണ്. ഇപ്പോൾ ആകെ ഇവിടെ നടക്കണമെന്ന് പറഞ്ഞാൽ രാവിലെ മുതലേ കുറേ ടീംസ് കുത്സവത്തിന് വേണ്ടി വരുന്നുണ്ട്. അവർ കാറും കൊണ്ടിട്ട് വരുന്നു, അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു. ഇതാണ് ആകെ നടക്കുന്നത്. പോലീസ് വരുന്നുണ്ട്, കുറേ പേരെ ഓട്ടിക്കുന്നുണ്ട്, വെള്ളം അടിക്കുന്നവരുമുണ്ട്, അല്ലാതെ കഞ്ചാവ് കാര്യങ്ങൾ അതും എല്ലാം വരുന്നുണ്ട്. അതും എക്സൈസുകാരും വന്ന് പിടിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും മൊത്തത്തിലിവിടെ ആകെ മൊത്തം ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ പാമ്പ്, എല്ലാ പാമ്പും ഉണ്ട്, നാട്ടുപാമ്പും ഉണ്ട്, അല്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥയാണിത്. ടൂറിസ്റ്റ് വില്ലേജിന്റെ മറുവശമായ ആക്കുളം ഡ്രൈവ് വേയിൽ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കൃത്യമായി പരിപാലിക്കുകയോ ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ എന്തോരം വികസനങ്ങൾ കൊണ്ടുവരാം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതൊന്നും നടക്കുന്നില്ല. വേണമെങ്കിൽ ഇവിടെ ഒരു എന്തെങ്കിലും ഒരു കുട്ടികൾക്കുള്ള ചെറിയ എന്തെങ്കിലും പാർക്ക് പോലെയോ, തൊട്ടപ്പുറത്ത് നിഷല്ല വായുവാറിൽ ചെയ്ത പോലെ എന്തെങ്കിലും പാർക്ക് പോലെയോ, ബാക്കിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വാക്ക് വേ, അല്ലെങ്കിൽ നൈറ്റ് എന്തെങ്കിലും ഇരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഈ തിട്ടയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ബാക്കിൽ കൂടെ വന്ന് പാമ്പ് പിടിക്കില്ലെന്ന് ആരുമുണ്ട്? ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് മത്സ്യസമ്പത്ത് ഉണ്ടായിരുന്ന ഒരു കായലാണിത്. ഇപ്പോൾ മത്സ്യം എന്നൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ ഫിഷ് മാർക്കറ്റിൽ പോയി മേടിക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. ഒരുപാട് ജൈവ സംവിധാനം, കക്ക, പിന്നെന്താ പ്രാദേശിക മത്സ്യങ്ങളെല്ലാം ഒരുപാടുണ്ടായിരുന്ന സ്ഥലമാണ് ഈ കായലാണിത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ ഇവിടെ നിന്ന് ചേട്ടന്മാരും മാമന്മാരും എല്ലാം ഇവിടെ ഈ കക്ക വാരാനും ബാക്കിയുള്ള മത്സ്യബന്ധനത്തിലുള്ള അത് ഉപജീവനമായിട്ട് കണ്ടിരുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊന്നും കാണുന്നില്ല. ഒരുപാട് മാലിന്യങ്ങളും ബാക്കിയുള്ള അതെല്ലാം കൊണ്ട് ഫുള്ളും മാലിന്യമായിരിക്കുകയാണ്, ഫുള്ളും നികത്തി കിടക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് നടന്നു പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് അത്രയ്ക്കും ഒരു കായലിൻ്റെ മരണമെന്ന് വേണമെങ്കിൽ പറയാം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും സഞ്ചാരികളെയും ലക്ഷ്യമിട്ട് സർക്കാർ വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ആക്കുളത്തെ ചേർത്തുപിടിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.